നമസ്കാരം. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അടയാളപ്പെടുത്തുന്നത് ഒരു നിർണായക വഴിത്തിരിവാണ്. 2 തവണ തുടർച്ചയായി അധികാരം നിലനിർത്തി ചരിത്രം സൃഷ്ടിച്ച പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന LDF സർക്കാരിന് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നത് രാഷ്ട്രീയ നിരീക്ഷകർ പോലും പ്രതീക്ഷിക്കാത്ത നാണക്കേടുണ്ടാക്കുന്ന ഒരു വലിയ തിരിച്ചടി തന്നെ. ഭരണ തുടർച്ചയുടെ ആത്മവിശ്വാസത്തിനിടയിലും സംഭവിച്ച ഈ വീഴ്ച സംസ്ഥാന ഭരണത്തിനെതിരായ ശക്തമായ ഭരണവിരുദ്ധ വികാരം എത്രമാത്രം ആഴത്തിൽ ജനമനസ്സുകളിൽ വേരൂന്നിയെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. മറുവശത്ത് ഈ രാഷ്ട്രീയ ശൂന്യത മുതലെടുത്ത് ഐക്യജനാധിപത്യ മുന്നണിയും അതിന്റെ കരുത്ത് വീണ്ടെടുക്കുകയും തദ്ദേശ സ്ഥാപനങ്ങളിൽ വലിയ മുന്നേറ്റം നടത്തുകയും ചെയ്തു കഴിഞ്ഞു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDF നേടിയ ഈ വലിയ വിജയം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവരുടെ സാധ്യതകളെ വീണ്ടും സജീവമാക്കിയിരിക്കുകയാണ്. എന്നാൽ ഇതിനെല്ലാം അപ്പുറം കേരളത്തിലെ ദ്വന്ദ്വ രാഷ്ട്രീയ മത്സരത്തിൽ ഒരു മൂന്നാം ശക്തിയായി ഉയർന്നു വരുന്നതിന്റെ വ്യക്തമായ സൂചന നൽകിക്കൊണ്ട് പല നിർണായക കേന്ദ്രങ്ങളിലും BJP സീറ്റുകൾ വർദ്ധിപ്പിച്ച് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന പാഠങ്ങൾ എന്തെല്ലാമാണ്? LDF പരാജയപ്പെട്ടതിന്റെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ്? UDFും BJPയും ഈ വിജയം എങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പരിവർത്തനം ചെയ്യും? കേരള രാഷ്ട്രീയത്തിന്റെ ഭാവിഗതി നിർണയിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ. കേരള രാഷ്ട്രീയത്തിൽ സമീപകാല വർഷങ്ങളിൽ ഉണ്ടായ ഏറ്റവും ശ്രദ്ധേയമായ വഴിത്തിരിവാണ് 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. ഭരണകക്ഷിയായ LDFന് വലിയ തിരിച്ചടി നേരിടുകയും UDFന് മികച്ച വിജയം നേടുകയും ചെയ്ത ഈ ഫലം സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റിമറിക്കുന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്നുണ്ട്. മാത്രവുമല്ല, ചില നിർണായക കേന്ദ്രങ്ങളിൽ BJP കൈവരിച്ച മുന്നേറ്റം സംസ്ഥാനത്തെ ദ്വന്ദ്വ രാഷ്ട്രീയ ഘടനയിൽ ഒരു മൂന്നാം ശക്തിയുടെ സാധ്യതയുമാണ് ഇപ്പോൾ ഇതാ തുറന്നിട്ടിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ 2 പാർട്ടികളുടെയും പ്രകടന സാധ്യതകളാണ് ഇവിടെ നമ്മൾ വിലയിരുത്തുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ മുന്നേറ്റം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ഗ്രാമപഞ്ചായത്തുകളിലും UDF പ്രകടമാക്കിയ ശക്തമായ വിജയം ഭരണവിരുദ്ധ വികാരം UDFന് അനുകൂലമായി മാറിയതിന്റെ വ്യക്തമായ സൂചന നൽകുന്നു. സംസ്ഥാന സർക്കാരിനെതിരായ ശക്തമായ ഭരണവിരുദ്ധ വികാരം UDF വിജയത്തിൽ പ്രധാന പങ്കുവഹിച്ചു. ഇത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ വോട്ട് അടിത്തറ നൽകാൻ സാധ്യതയാണുള്ളത്. മികച്ച വിജയത്തോടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ഇരട്ടി ഊർജത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് അവർക്ക് സഹായം ചെയ്യുമെന്ന കാര്യത്തിലും തർക്കമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായി ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടതും അവർക്ക് നിയമസഭയിൽ നിർണായകമാകും എന്നതിലും ഒരു സംശയവും വേണ്ട. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചനയനുസരിച്ച് 2026 UDFന് ഭരണത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ വിജയത്തിൽ ആത്മവിശ്വാസം കൈവരിച്ച് LDF ഭരണത്തിലെ പോരായ്മകൾ ഉയർത്തി കാണിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ UDFന് അനുകൂലമായ തരംഗം ഉണ്ടാക്കാൻ സാധ്യതയും ഉണ്ട്. എങ്കിലും വ്യക്തമായ നേതൃത്വവും വികസന അജണ്ടയും ഇല്ലെങ്കിൽ ഈ വിജയം നിയമസഭയിൽ ആവർത്തിച്ചെന്ന് വരില്ല എന്ന വെല്ലുവിളിയും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും BJP മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ചില വാർഡുകളിലും ഡിവിഷനുകളിലും നിർണായക വിജയങ്ങൾ അവർക്ക് നേടാനും സാധിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അടക്കം BJP കാഴ്ചവെച്ച പ്രകടനം കേരള രാഷ്ട്രീയത്തിൽ ഏറെ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ BJPക്ക് വോട്ട് വിഹിതത്തിൽ കാര്യമായ വർധനവും സംഭവിച്ചിട്ടുണ്ട്. ഇത് നിയമസഭയിൽ കൂടുതൽ സീറ്റുകൾ നേടാൻ അവരെ സഹായിക്കാം. പരമ്പരാഗതമായി BJPക്ക് സ്വാധീനമില്ലാത്ത ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ വിജയം നേടാൻ കഴിഞ്ഞിട്ടുള്ളതും ഇവിടെ ശ്രദ്ധേയമാണ്. ഇത് പാർട്ടിയുടെ സ്വാധീനം വികസിക്കുന്നതിന്റെ സൂചന തന്നെയാണ്. ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധ ലഭിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പിന്തുണ ലഭിക്കാനും കാരണമായേക്കും. എന്നിരുന്നാലും കേരളത്തിലെ രാഷ്ട്രീയം ഇപ്പോഴും LDFും UDFും തമ്മിലുള്ള ശക്തമായ മത്സരത്തിന്റെ വേദി തന്നെയാണ്. തദ്ദേശ സ്ഥാപനങ്ങളിൽ വിജയം നേടുന്നത് പോലെ നിയമസഭയിൽ വിജയിച്ചു കയറാൻ BJPക്ക് ഇനിയും വലിയ മുന്നേറ്റം ആവശ്യമാണ് എന്നുകൂടി പറയട്ടെ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സംസ്ഥാന ഭരണം പിടിക്കാൻ സാധ്യതയില്ല എങ്കിലും മുമ്പത്തേതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടാനും പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം സൃഷ്ടിക്കാനും BJPക്ക് സാധിച്ചേക്കും. ഇത് UDF LDF മുന്നണികളുടെ വിജയ സാധ്യതകളെ വളരെ നിർണായകമായി ബാധിക്കുമെന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. 2 അക്കം തികച്ച് കേരള രാഷ്ട്രീയത്തിൽ
ഒരു മൂന്നാം ശക്തിയായി ശക്തമായി വേരുറപ്പിക്കാൻ BJP ശ്രമിക്കുന്നുവെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ചുരുക്കി പറഞ്ഞാൽ 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒരു മുന്നറിയിപ്പായി LDFനും ഒരു പുതിയ ഊർജമായി UDFനും വളരുന്ന സാധ്യതയായി BJPക്കും ഇനി കണക്കാക്കാവുന്നതാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വ്യക്തമായ ഭരണ സാധ്യത നിലനിർത്തുമ്പോൾ BJP പല മണ്ഡലങ്ങളിലും വിജയം നിർണയിക്കുന്ന ശക്തിയായിട്ടാണ് മാറുന്നത്. കേരളത്തിലെ വോട്ടർമാർ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുവെന്ന ശക്തമായ സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത് എന്നുകൂടി ഇവിടെ പറയട്ടെ. പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന LDF സർക്കാർ 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? പല തലങ്ങളിലുള്ള ഘടകങ്ങളുടെ സംയോജനമാണ് എന്നാണ് പറയാനുള്ളത്. മുൻപ് 2 തവണ തുടർച്ചയായി ഭരണം നിലനിർത്തിയ ഒരു മുന്നണിക്ക് ഇത്രയും വലിയ തിരിച്ചടി നേരിട്ടതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തത് ഭരണവിരുദ്ധ വികാരമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഭരണത്തിൽ ഇരുന്നതിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് പ്രകടമായിട്ടുണ്ട്. ക്ഷേമ പ്രവർത്തനങ്ങൾ മികച്ചതായിരുന്നുവെങ്കിലും ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന പല വിഷയങ്ങളിലും ജനങ്ങൾക്കിടയിൽ അതൃപ്തി ശക്തമായിരുന്നു. അത് മനസ്സിലാക്കാൻ LDFന് സാധിച്ചതുമില്ല. പ്രാദേശിക തലത്തിലുള്ള ഭരണത്തിലെ പോരായ്മകളും അഴിമതി ആരോപണങ്ങളും ഈ വികാരം ഊട്ടി ഉറപ്പിക്കാനാണ് സഹായിച്ചിട്ടുള്ളത്. സാമ്പത്തിക വിഷയങ്ങളും വിലക്കയറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക കൈകാര്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുയർന്ന ആശങ്കകളും പൊതുവിപണിയിലെ വിലക്കയറ്റവും സാധാരണ ജനങ്ങളെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. പെൻഷൻ വിതരണത്തിൽ ഉണ്ടായ കാലതാമസവും ക്ഷേമ പദ്ധതികളുടെ താളം തെറ്റലുകളും പാവപ്പെട്ട വോട്ടർമാരുടെ ഇടയിൽ പോലും സർക്കാരിനോടുള്ള വിശ്വാസം കുറയ്ക്കാൻ കാരണവുമായി. മുഖ്യ വിഷയങ്ങളിലെ വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതായത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ നിരവധി വിവാദങ്ങൾ ഈ പരാജയത്തിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചു എന്നത് നമുക്ക് കൃത്യമായിട്ട് പറയാം. ദേശീയ തലത്തിൽ വരെ ചർച്ചയായ ചില അഴിമതി ആരോപണങ്ങളും സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ സർക്കാരിന്റെ നിലപാടുകളും വോട്ടർമാരുടെ മനസ്സിൽ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ക്ഷേമ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം ഈ വിവാദങ്ങളെ മറികടക്കാൻ LDFന് സാധിച്ചില്ല. ന്യൂനപക്ഷ വോട്ടുകളുടെ മാറ്റവും ഇവിടെ പ്രധാനപ്പെട്ടതാണ്. പരമ്പരാഗതമായി LDFന് ലഭിച്ചിരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ, പ്രത്യേകിച്ച് മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളിൽ കാര്യമായ ചോർച്ച സംഭവിച്ചു. ന്യൂനപക്ഷ സമുദായങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചു എന്ന തോന്നൽ UDFന് അനുകൂലമായ ഏകീകരണത്തിലേക്കാണ് വഴിവെച്ചത്. അവർ UDFിലേക്ക് വോട്ട് ചെയ്തു. UDFന്റെ ശക്തമായ മുന്നേറ്റവും ഇതിലൊരു പ്രധാന കാരണമാണ്. LDFനെതിരായ ഭരണവിരുദ്ധ വികാരം മുതലെടുക്കാൻ UDFന് വളരെ കാര്യക്ഷമമായിട്ടുള്ള കഴിഞ്ഞു എന്നതും ഇവിടെ എടുത്തു പറയണം. ഏകീകൃതമായ പ്രചാരണവും സംഘടനാപരമായ ഉണർവും UDFന് തദ്ദേശ തലത്തിൽ വലിയ വിജയമാണ് നേടിക്കൊടുത്തത്. BJPയുടെ മുന്നേറ്റവും ഇവിടെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെ. പലയിടങ്ങളിലും BJP കാഴ്ചവെച്ച അപ്രതീക്ഷിത മുന്നേറ്റം LDFന്റെ വോട്ടുകളിൽ കാര്യമായ വിള്ളലുകളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കമുള്ള LDFന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ BJP നേടിയ വിജയം LDF വോട്ടുകൾ ചോർത്തപ്പെട്ടതിന്റെ ഫലം തന്നെയാണ്. അതായത് ജനങ്ങൾ തിരിച്ച് ചിന്തിച്ചു തുടങ്ങി. പ്രാദേശിക തലത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. പലയിടത്തും ജനസമ്മതരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിലും പ്രാദേശിക രാഷ്ട്രീയത്തിലെ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും LDFന് വീഴ്ച സംഭവിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായ സ്വാധീനം വളരെ വലുതാണ് അല്ലെ. ചുരുക്കത്തിൽ തുടർച്ചയായ ഭരണത്തിലുള്ള മടുപ്പ്, പ്രധാനമായിട്ടും ഉയർന്നു വന്ന വിവാദങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി, ന്യൂനപക്ഷ വോട്ടുകളിൽ ഉണ്ടായ മാറ്റം എന്നിവയെല്ലാം ചേർന്നതാണ് പിണറായി സർക്കാരിന് ഈ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം സമ്മാനിച്ച ഘടകങ്ങൾ. ഇത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്ന് എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് മാസങ്ങൾ മാത്രം അകലെയുള്ള നമ്മുടെ നിയമസഭാ മത്സരങ്ങളിൽ ആരായിരിക്കും അധികാരത്തിൽ വരിക എന്നത് കേരളം ഉറ്റുനോക്കുകയാണ്. അപ്പോൾ ആരായിരിക്കും അധികാരത്തിൽ വരിക എന്ന് നിങ്ങൾ കരുതുന്നു? അവരുടെ പേര് എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.